ഇവിടെ കേരളത്തിൽ ഒരുപാട് സി പി എമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ടല്ലോ. എം വി ഗോവിന്ദനെ പോലെ ഇതുപോലെ ഏറ്റവും തരം താണുന്ന രീതിയിൽ ന്യായീകരിക്കുന്ന ആളുകൾ കുറവല്ലേ? സി പി എമ്മിൻ്റെ പ്രവർത്തകരും അണികളും അനുഭാവികളായിട്ടുള്ള മനുഷ്യർ തന്നെ ഈ സർക്കാരിനും ഈ വകുപ്പിനെതിരെ നിരന്തരം സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട ചില നേതാക്കന്മാരുള്ളത് കൊണ്ടാണ് ഈ സർക്കാർ ഇതുപോലെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ മുന്നണിയിൽ തന്നെയുള്ള നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ബൽദേവ് പറഞ്ഞ ഒരു കാര്യം എന്താ? ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പക്വതയില്ല, മന്ത്രിയുടെ ഭാഗത്തുനിന്നും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് വകുപ്പുകളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം മുന്നണിക്കകത്ത് തന്നെയുണ്ട്. രണ്ടാമത്തെ വകുപ്പ് ഏതെന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ ആരോഗ്യവകുപ്പ് അതിലൊരു വകുപ്പാണ് അല്ലേ? എന്നിട്ട് എന്താണ് ഈ വീണ ജോർജിനെ ഞങ്ങൾ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നത്? എന്തിനാണ് ഈ പക്വത കുറവുള്ള കഴിവ് കുറവുള്ള മന്ത്രിയെ നമ്മൾ എന്തിനു ചുമക്കുന്നു? ഇങ്ങനെ കുറവുള്ള ഒരു വകുപ്പിന് 5 വർഷക്കാലം ഇത് ഒന്നാം നമ്പറാണെന്ന് നിങ്ങൾ നിരന്തരം പറയുന്നത് എന്തിനാണ്? അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി അടുത്തത് താങ്കൾ തന്നെ പറയുന്നു, നീതി ആയോഗിൻ്റെ ഇൻഡെക്സുകളിലൊക്കെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് 1ാം സ്ഥാനത്താണെന്ന്. സാറേ, 1970-കളിൽ ഡോക്ടർ കെ എൻ രാജൻ്റെ സ്റ്റഡീസ് പ്രകാരം കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്യപ്പെടുകയും പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പൊതുവിതരണ രംഗത്തും കേരളം 1ാം സ്ഥാനത്തെത്തിയത് അത് പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല. കാലാകാലങ്ങളായി വന്ന സർക്കാരുകളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിൽ നടന്നുകൊണ്ടാണ്. ഇനി പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, സ്വകാര്യ ആശുപത്രികൾക്കും അതിൽ കൃത്യമായ റോൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം 70% ഔട്ട് ഓഫ് ദ പോക്കറ്റ് ചെലവഴിക്കുന്ന ആരോഗ്യരംഗത്ത് ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ ഇത് പിണറായി വിജയൻ 2016 അധികാരത്തിലെത്തിയതിന് ശേഷമാണ് എന്നുള്ള തോന്നൽ സൃഷ്ടിക്കുന്നത് തെറ്റാണ്. ഇനി അടുത്ത കാര്യം, നീതി ആയോഗിൻ്റെ ഇൻഡെക്സ് നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങളിൽ മാത്രം എടുത്ത് പ്രയോഗിക്കുന്നു. നീതി ആയോഗിൻ്റെ വയറ്റിലല്ല കത്രിക വെച്ചത്, ഉഷ ജോസഫിൻ്റെയും ഹർഷിനയുടെയും വയറ്റിലാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് കത്രിക നിക്ഷേപിച്ചത്. നീതി ആയോഗിൻ്റെ കൈയല്ല പൊട്ടലുണ്ടായി ചെന്നപ്പോൾ മുറിച്ചു മാറ്റിയത്, അത് പാലക്കാട്ടെ വിനോദിനിയുടെയാണ്. നീതി ആയോഗിനല്ല മരണം സംഭവിച്ചത്, ചികിത്സാ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടത് കൊണ്ട് വേണുവിന് മരണം സംഭവിക്കുന്നു, ജസ്മീറിന് മരണം സംഭവിക്കുന്നു, നവജാത ശിശു മരിക്കുന്നു. ഇങ്ങനെ എത്ര കേസുകൾ നമുക്ക് എണ്ണി പറയാം. ഒരു മനുഷ്യൻ്റെ കയ്യിൽ അപകടം പറ്റി ആശുപത്രി ചെന്നപ്പോൾ 61 ദിവസക്കാലം അത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ട് 63 ദിവസക്കാലം അതിനകത്ത് മുറിവിനകത്ത് ചില്ല് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നത് മറ്റൊരു ആശുപത്രിയിൽ സർജറി നടത്തുമ്പോഴാണ്. എന്ത് വൃത്തികേടാണ് സാറേ! എന്നിട്ട് പറയും ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഈ മന്ത്രിമാർക്ക് സർവ്വസന്നാഹങ്ങളും കൂടി വിരാജിക്കാൻ വേണ്ടിയിട്ട് 1ാം നമ്പർ PR തള്ളൽ നടത്താൻ വേണ്ടിയിട്ട് സന്നാഹങ്ങൾ ഒരുക്കുകയും ശമ്പളം കൊടുക്കുകയൊക്കെ നമ്മളല്ലേ? ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ നികുതി കൊടുക്കുന്ന ഒരു പൗര ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനകത്ത് പെടഞ്ഞു മരിക്കുന്ന സമയത്താണ് 1ാം നമ്പറാണെന്ന് പത്രക്കാരോട് തള്ളിക്കൊണ്ടിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഈ അതിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിൽ കേരളം 1ാം നമ്പറാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട, അതിനെ സംശയത്തിൽ നിർത്തണ്ട. പിഴവുകൾ കടുത്ത വിമർശനം പറയുമ്പോഴും ജിൻഡോ അതങ്ങനെ തന്നെയാണ്. ഹാഷ്മി, അതിൽ എനിക്ക് എന്താ തർക്കമുള്ളത്? ഞാൻ അതുകൊണ്ടാണ് അതിന്റെ ചരിത്രം പറഞ്ഞത്. 70-കളിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് നമ്മൾ. 1ാം സ്ഥാനത്താണെന്ന് പറഞ്ഞ് നമ്മൾ പുറപ്പുറത്തിട്ട പട്ടുകോണം പോലെ ഇത് നിരന്തരം പറയേണ്ട കാര്യമില്ല. ആശുപത്രി പോണ ജനങ്ങളാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. എൻ്റെ ജീവിതത്തിൽ, ഞാൻ വ്യക്തിപരമായി കൂടി പറയും, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒഴിച്ച് ജീവിതത്തിൽ മുഴുവൻ സമയവും ഗവൺമെൻറ് ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. ഒരിക്കൽ ഒരു സർജറിക്ക് മാത്രമാണ് ഞാൻ ആശുപത്രിയിൽ പോയിട്ടുള്ളത്. ആശ്മി, എൻ്റെ കഴുത്തിലെ ഈ ഒരു ചെറിയ പാടുണ്ടല്ലോ, അത് സർക്കാർ ആശുപത്രിയിൽ പോയി ഞാൻ ചികിത്സ തേടിയ എൻ്റെ അനുഭവമാണ്. എക്സ്ട്രാ പൾമണറി TBക്ക് ഇവർ ബാമിട്ട് തിരുമിക്കോളാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ 2 മാസക്കാലം തിരുമി അകത്തോട്ട് പഴുപ്പിറങ്ങി എൻ്റെ വോയിസ് കട്ടായി. ഞാൻ അവസാനം മറ്റൊരു ആശുപത്രിയിൽ പോയി സർജറി ചെയ്യേണ്ടി വന്നു. ഇത് വ്യക്തിപരമായ അനുഭവം. നമ്മളൊന്നും പരാതിയൊന്നും കൊടുക്കുന്നില്ല. പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം. കാരണം അപ്പോഴും ഇവർ പരാതി കൊടുക്കുന്ന ആളുകളെ ക്രൂശിക്കുകയും ICUവിൽ പീഡിപ്പിച്ച ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടുള്ള സർക്കാരാണ്. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കത്രിക പണ്ടത്തെ അല്ലേ, 50 കൊല്ലം ഇരുന്നാൽ കുഴപ്പമില്ലെന്നൊക്കെ ന്യായീകരിക്കും. ഞാൻ പറയുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഉള്ളത് കൊണ്ട് മാത്രം ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർ ചികിത്സ തേടി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും ഔദാര്യമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സർക്കാരുകൾ നമ്മുടെ നികുതി പണം ചെലവഴിച്ച് ഇത് നടത്തുമ്പോൾ അത് വൃത്തിക്ക് നടത്താൻ കഴിവുള്ള ഒരാളായിരിക്കണം മന്ത്രി. സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നഴ്സുമാരുണ്ടാകണം, ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടാകണം, മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാകണം, ആരോഗ്യ പ്രവർത്തകരുണ്ടാകണം. ഇതൊന്നുമില്ലാതെ പണി തീരാത്ത കെട്ടിടത്തിന്റെ മുന്നിൽ വന്ന് വെള്ള പെയിന്റ് അടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് കിഫ്ബിയിലൂടെ ഞങ്ങൾ 80,000 കോടി മാറ്റിവെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്നാൽ ആളുകൾ നടന്നു പോകുന്ന മനുഷ്യൻ തിരിച്ച് മൂക്കിൽ പഞ്ഞു വെച്ച് തിരിച്ചു വരുന്ന കാലത്ത് നമ്മൾ ഈ തള്ളൽ കൊണ്ട് കാര്യമില്ല. ആശുപത്രി ചെല്ലുന്ന മനുഷ്യർ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മന്ത്രിക്ക് വല്ല അനുഭവം ഉണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാത്തത്? കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടുന്നത്? എന്തുകൊണ്ട് ഈ 1ാം നമ്പർ തള്ളു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർ സ്വന്തം ചികിത്സാ ആവശ്യത്തിന് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നു? എന്തുകൊണ്ട് അവർ സർക്കാർ ആശുപത്രിയെ വിശ്വസിക്കുന്നില്ല? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഈ പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോഴും ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരാണ്. അപ്പോൾ പോലും ഇവർ നമ്മളോട് 1ാം നമ്പർ എന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുകയാണ്. അത് ശരിയാണോ ഹാഷ്മി? ഇതൊരു നീതിയാണോ?
എന്നിട്ട് പറയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന്. ശരിയല്ല, ഞാൻ പറയുന്നത് ഇപ്പം മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു, അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ കിട്ടണം, കേരളത്തിന് കൂടി ആവശ്യമാണ്. മന്ത്രിമാർ നമ്മുടെയൊക്കെ എന്താണ് നികുതി പണം എടുത്ത് പോയി ചികിത്സിച്ചോട്ടെ. കണക്കൊക്കെ പുറത്തു വന്നാണല്ലോ ഓരോ മന്ത്രിമാർ ഏതൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച കാര്യം. മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞു ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെയൊക്കെ ചികിത്സിച്ചിട്ട് കുത്തകകൾക്കെതിരെ കുത്തക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത്രേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.